സ്വപ്നങ്ങളെ വീണുറങ്ങൂ മോഹങ്ങളെ നീയുറങ്ങൂ സ്വപ്നങ്ങളെ വീണുറങ്ങൂ മോഹങ്ങളെ നീ ഉറങ്ങൂ. ഇടലം പാട്ടളിയാ. പക്ഷെ എന്താ ഈ സെന്റി പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കണേ? കേശവനൊരു നിരാശകാമുകനല്ലേ, അതുകൊണ്ട് വായിൽ ഇങ്ങനത്തെ പാട്ടൊക്കെ വരുത്തും. നിരാശകാമുകനാ? ഇതൊക്കെ എവിടുന്ന് കേക്കണ നീ? ഇവിടെ പറയുന്ന വാക്ക് തന്നെയല്ലേ. എല്ലാം സൂചിച്ച് കേട്ടിരുന്ന് പഠിച്ചോണേ. അപ്പൊ നിരാശകാമുകൻ പാട്ട് പാടിക്കോ. സ്വപ്നങ്ങളെ വീണുറങ്ങൂ. ഓ പിന്നെയും തിരകാണ്. എന്താ തിരകാനം? തിരകാനം എടി മറ്റേ ഇതാണോ നീ ഉദ്ദേശിച്ചേ? വീരാഭാരം വിരഹഗാനം. കേട്ടാ കേട്ടാ കളിക്കല്ലേ, വിളച്ചെടുക്കല്ലേ വിളച്ചെടുക്കല്ലേ. സമ്മതിക്കില്ല. എടാ ഞാൻ അങ്ങോട്ട് വരാം. ഇല്ല, ഞാൻ വന്നിട്ട് ആളിനെ നിർത്തിയാ മതി. വേണ്ട വേണ്ട, അങ്ങനെ നിർത്തിയാൽ ശരിയാവത്തില്ല. ആ ഞാൻ അങ്ങോട്ട് വരട്ടെ. അതെന്താ ശരിയാവാത്തോന്നോ? അത് ശരിയാവത്തില്ല, അത് തന്നെ. ആ എനിക്കറിയാം, നീയേ പണിക്ക് ആളിനെ നിർത്തിയിട്ടേ ആരെങ്കിലും അളിയ എന്നും വിളിച്ചോണ്ട് വരുവാണെങ്കിലേ അവരുടെ പറവിന് പോകാനല്ലയോ? വേണ്ട ഉമേഷ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇപ്പൊ അവിടെ മഴയൊന്നും ഇല്ലല്ലോ. ആ ആ ഞാൻ വന്നിട്ട് മതി, നീ ഫോൺ വെക്ക്. ആ എന്തോ പറയാനാന്ന് പറ. എടാ മോനെ, പടവലത്തെ അടുക്കളയുടെ ഭാഗം മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുവാണല്ലോ. അതെ. അതിന്റെ അപ്പുറത്ത് നിന്ന് ഒരു പ്ലാവ് നിനക്കറിയാവോ? ആ പ്ലാവിന്റെ ഒരു കൊമ്പ് ഒടിഞ്ഞ് നമ്മുടെ ആ ബാത്റൂമിന്റെ മണ്ടയ്ക്കോട്ട് വീണു. പോയി. ഒന്നാമത് മറ്റേ കടവിന്റെ അവിടെ കാക്കോല് മൊത്തം ഒടിഞ്ഞു നിൽക്കുകയല്ലേ. ഒന്ന് തട്ടിയാ എല്ലാം കൂടെ ഷൂ എന്ന് പറഞ്ഞൊരു പോക്ക് പോണതാണ്. അത് മൊത്തം ഒടിഞ്ഞിരിക്കുക. ഇനി എല്ലാം കൂടെ ഒന്ന് ശരിയാക്കിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ശരിയാക്കി എല്ലാം ശരിയാക്കിയ പോലെ തന്നെ, നടന്ന പോലെ തന്നെ. ഉമേഷ് പറയുവാന്നേ പണിക്കാരെ നിർത്തട്ടെ എന്ന്. പണിക്കാരെ നിർത്താൻ അവന് ഭയങ്കര ഉത്സാഹവും സന്തോഷം. എന്താണെന്നറിയാവോ? നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നില്ലല്ലോ. അപ്പൊ പണിക്കാരവിടെ നിൽക്കുവാണെങ്കിൽ അവരുടെ മുമ്പിൽ അവൻ ആള് കളിക്കാം. ഞാൻ അങ്ങോട്ട് പോണോ? മക്കള് തന്നെ പോയാൽ ശരിയാവത്തില്ല, അമ്മൂമ്മയും കൂടെ വരാം. അമ്മനെ പടവലത്ത് പോകുന്ന കാര്യം പറയുമായിരുന്നേ. പടവലത്ത് വീടെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുമല്ലയോ, അപ്പൊ അതെല്ലാം ഒന്ന് ശരിയാക്കിക്കണം, അതിന്റെ കാര്യം പറയുമായിരുന്നു. അല്ല അവിടെ വേറെന്തൊക്കെയോ പണി ഇങ്ങനെ കിടപ്പുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു ഇങ്ങനെ. ஆமா சித்து, அங்க பெயிண்டிங் எல்லாம் செய்யணும், அந்த விஷயம் சொல்லிட்டு இருந்தாங்க இல்லம்மா? അമ്മോ, നമ്മുടെ മേളത്തെ നിലയിലെ ബാത്റൂം മൊത്തത്തിൽ നശിച്ചു കിടക്കില്ലേ? എല്ലാം നശിച്ചു കിടക്കും അമ്മനെ. അല്ലമ്മ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബിൽഡിംഗ് അല്ലേ, നമ്മളിതിനകത്ത് കൈവെക്കണോ? அப்பா இருந்தப்போ நிறைய காசெல்லாம் செலவு பண்ணி மெயின்டெனன்ஸ் எல்லாம் செஞ்சாங்க சித்து. ലക്ഷങ്ങൾ മുടക്കിയതാ. 2013 കുറെ കാശ് മുടക്കി. ആ വീടിന് മുടക്കിയ കാശുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പുതിയൊരു വീട് കെട്ടായിരുന്നു. ഞാനേ ആ പണിക്കാരൻ രാമനെ ഒന്ന് വിളിക്കട്ടെ, പണിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് ചോദിക്കട്ടെ. അമ്മൂമ്മക്ക് ഇപ്പൊ ഭയങ്കര ടെൻഷനാ. പിന്നെ ടെൻഷൻ കാണാതിരിക്കും മക്കളെ, വീടിന്റെ കാര്യമല്ലേ. അളിയാ ഞാൻ നോക്കിട്ടെ, അതിപ്പോ ഒരു പഴയ വീടാണല്ലോ, പൊളിച്ചു കളയുന്നതായിരിക്കും ബെറ്റർ. അളിയാ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞുള്ളൂ. എന്താടാ? സിദ്ധു പറഞ്ഞാലും കാര്യമുണ്ട് കേട്ടോ. എത്രയൊന്നും പറഞ്ഞ പടവലം വീട് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കുന്നേ, എന്തോരം കാശ് അതിന് വേണ്ടി ചെലവാക്കണം. பொழிக்க சொல்ல ரொம்ப ஈஸி தான், ஆனா இந்த மாதிரி ஒரு வீடு இப்ப கட்டணும்னா கனவுல கூட எதிர்பார்க்க முடியாது. ആ വീടിനോടുള്ള അറ്റാച്ച്മെന്റ് ആണ് പ്രശ്നം. സംഭവം നമ്മൾ അതിനു വേണ്ടി ഒരുപാട് കാശൊക്കെ നമ്മളിപ്പം മുടക്കിയിട്ടുണ്ട്, ഇനി മുടക്കുകയും ചെയ്യണം. പക്ഷെ അങ്ങനെ മുടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? അതായത് ആ വീട് താമസയോഗ്യമാണോ എന്ന് ചോദിച്ചാ അല്ല, അപ്പൊ അല്ലേന്ന് ചോദിച്ചാ ആണ്. ചേച്ചി എന്താ പറയണ?
ഞാനെന്തു പറയാനാ, നമുക്കൊരു പ്രോപ്പർ വരുമാനം ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നം. വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര കൊല്ലം വേണമെങ്കിലും ആ വീട് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് കൊണ്ടുപോകായിരുന്നു. ഇതിപ്പോ എത്രയാന്നും പറഞ്ഞാണ് അമ്മൂമ്മയുടെ കാശ് ഇങ്ങനെ ചെലവാക്കുന്നു. ഹലോ ഗായ്സ്, എന്ത് ലേറ്റായ? അല്ല വരണ വഴിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോ ലേറ്റായി. ബാണ്ടൊക്കെ അവിടെ ഊരി വെക്കാൻ സമയം കിട്ടി. ഇവിടെ ഒരു വെച്ചാ മതിയോ? അടുക്കളയല്ലേ? അല്ല വേണ്ട. എന്താ ആർക്കും ഒരു സന്തോഷമൊന്നും ഇല്ലാത്ത നമുക്കൊക്കെ ഒരുമാതിരി മ്ലാനമായിട്ടിരിക്കുന്നത്. എന്താണ് കനകാന്തി? ഞാൻ വന്നത് കണ്ടില്ലേ? എന്തൊരു പവറില്ലാത്തത്. മോള് വല്ലതും കഴിച്ചായിരുന്നോ? കഴിച്ചാൽ എന്ത്, കഴിച്ചില്ലെങ്കിലും എന്ത്, ഇവിടെ വന്നവരോണ്ട് കഴിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. அப்படி நான் தோசை எடுக்கட்டா? ആ എടുത്തോ. ശിവ, നമ്മുടെ പടവലം വീട് പൊളിക്കുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം? എന്ത് പടവലം വീടേ പൊളിക്കുന്നതിനെ കുറിച്ച് നിന്റെ അഭിപ്രായം? പടവലം വീട് പൊളിക്ക് പിന്നെന്ത് വയ്യേ, ഓരോ സമയം ഓരോരോ വട്ടാണല്ലോ. അതല്ല, വീടിന്റെ അവിടെ ഇവിടെയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എത്ര നാളാന്നും പറഞ്ഞ് നമ്മളിങ്ങനെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്തുകൊണ്ട് നടക്കണം. ആ രണ്ടാമത്തെ നിലയുടെ കാര്യവും കേറാൻ പറ്റൂല. അങ്ങോട്ടൊന്നും ചേറൊന്നും ഇല്ലടി, ദ്രവിച്ചിരിക്കാണ്. കാലം കൊണ്ട് തൊട്ട് കൊടുത്താ நிறைய வருஷம் ஆச்சுல்ல கேசு, அப்படிதான்டா இருக்கும். എന്റെ ഓർമ്മയില് തന്നെ അപ്പൂപ്പന് ഒരു 3-4 തവണ അത് പുതുക്കി പണിതിട്ടുണ്ട്. ഞാൻ അവിടെ വന്ന് കയറിയതിന് ശേഷം എത്രയോ പ്രാവശ്യം അവിടെ പണി ചെയ്തിട്ടുണ്ട്. അല്ല അമ്മൂമ്മ എന്ത് പറഞ്ഞു തരുന്നേ, വീടങ്ങ് പൊളിക്കണോന്നോ? അല്ല സത്യം പറഞ്ഞാ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിലേ എല്ലാം കൂടി ഇളിഞ്ഞു പൊളിഞ്ഞ് നമ്മുടെ മണ്ടയ്ക്കോട്ട് വീഴും. തീരുമാനിച്ചങ്ങ് പൊളിക്കണം. അമ്മായി ചേച്ചി, നമ്മുടെ പടവലം വീടെന്ന് പറയണത് ഒരുപാട് പഴക്കവും പാരമ്പര്യവും ചരിത്രവും ഒക്കെ ഉള്ള വീടാണല്ലോ. അപ്പൊ അതിന്റെ ഒരുപാട് ചരിത്രമൊക്കെ സോഷ്യൽ മീഡിയയിലും കിടപ്പുണ്ട്. അങ്ങനെ ഒരു വീട് നമ്മൾ ടക്കന കയറി അങ്ങ് പൊളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി ഇരിക്കും. പിറവത്തെ നാടുവാഴി കുടുംബമായിട്ട് ബന്ധമുള്ള തറവാടാ നമ്മുടേത്. ഇപ്പൊ ആ വീടിന്റെ അവസ്ഥയും അങ്ങനൊക്കെ തന്നെയാ. എന്നും പറഞ്ഞുകൊണ്ട് വീട് കയറി പൊളിക്കാന്ന് വെച്ചാ അതെങ്ങനെ ശരിയാവുക? ജീവിതാവസാനം വരെ ആ വീടിന്റെ പുറകെ നീ നടക്കുവോ? ഇല്ലല്ലോ. ഇനിയിപ്പൊ ഇതിന്റെ ഇടയിൽ അതങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നാട്ടുകാരെ കളിയാക്കലും ചീത്ത വിളിയും വേറെ. அம்மா இத பத்தி எல்லார்ட்டையும் யோசிக்க வேண்டாமா? ആരോട് ചോദിക്കാനാ? ഞാൻ തന്നെ തീരുമാനം എടുക്കണം, അല്ലാതെ എന്തുവാ? സിദ്ധുവിന്റെ അടുത്തൊന്നും സംസാരിക്കണ്ടേ? സംസാരിക്കണം. ഇപ്പൊ ഈ വീട്ടിലെ മുതിർന്നാണ് സിദ്ധു അല്ലേ? സിദ്ധുവിനോട് ചോദിച്ചിട്ട് നമുക്ക് എന്തോന്ന് വെച്ചാ ചെയ്യാം. ആടേ ശിവ, അളയനാണ് ഈ വീട് പൊളിക്കുന്ന ഐഡിയ പറഞ്ഞത്. അല്ല അളയനോടൊക്കെ ചോദിക്കാം, അതവിടെ നിൽക്കട്ടെ. അതിനു മുന്നേ ഇങ്ങനെ എടുത്തു ചട്ടി എടുക്കേണ്ട തീരുമാനം അല്ലല്ലോ വീട് പൊളിക്കാന്നൊക്കെ പറയുന്നത്. ഒന്നും കൂടെ ഒന്ന് ഇരുന്ന് വിശദമായിട്ട് ചർച്ച ചെയ്തിട്ട് ആലോചിച്ചിട്ടൊക്കെ പോരെ? ഇവിടെ ഇപ്പൊ നിന്ന് ആലോചിച്ചാൽ നിനക്ക് പോരല്ലേ? എടാ ഇവിടെ അല്ല, അങ്ങ് പോയിട്ട് കുറച്ചുകൂടെ കാര്യമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ചുകൂടെയെന്ന്. കാര്യമായിട്ട് ചിന്തിക്കാം. சிவா, தோசை எடுக்கட்டா? ഓ ഇനി വേണ്ട ആന്റി, കഴിക്കാനുള്ള മൂടൊക്കെ പോയി. വാ, ഇത് അവളുടെ ഒന്ന് കൊണ്ടുപോയിരിക്കും. എടുക്ക. യേശേ, നമ്മളെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ ഇത്രയും സീരിയസ് ആയിട്ട് ഒരു കുടുംബകാര്യൊക്കെ ചർച്ച ചെയ്തിട്ട് കുറെ നാളായല്ലേ? ഞങ്ങളിവിടെ ഇടയ്ക്കിടയിൽ ചർച്ച ചെയ്യാറുണ്ട്. നീ അവിടെ ചെന്നൈ കിടന്ന് ആരറിയാനാണ്? ചേച്ചി പടി അല്ലേ അമ്മ? പിന്നല്ലേ. എന്തിനാ ഇങ്ങനെ എടുത്ത് വിളിച്ചു പോകുന്നേ? അവരിങ്ങ് വന്നോളും. വരണ്ടേ? എന്താ ചർച്ച ചെയ്യണ്ടേ? ആ മോനെ ഇരിക്കേ. അല്ല ഞാൻ നിന്നോളാം, കുഴപ്പമില്ല. സിധു, നിനക്ക് പറയാനുള്ള പറ. അളിയാ ഒരു കാര്യം ചെയ്യും, ഇവിടെ വന്നിരുന്നേ. ഇതാടാ പെടലി വരണെടുക്കണ ഇങ്ങനെ നോക്കിട്ട് ഇരുന്നിട്ട് പറ. അല്ല എല്ലാരും കൂടെ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അയ്യോ, ഞങ്ങൾ എല്ലാരും കൂടെ ഇങ്ങനെ ഇരിക്കാൻ കാരണം അളിയന്റെ ഒറ്റ ഡയലോഗാണ്. ഏത് ഡയലോഗ്? പടവലത്തെ വീട് പൊളിക്കണമെന്ന് പറഞ്ഞില്ലേ? അയ്യോ അളിയ, അത് ഞാൻ ആ സമയത്ത് ചുമ്മാ പറഞ്ഞതാ. അമ്മൂമ്മ ഞാൻ ആ സമയത്ത് എന്റെ ഒരു അഭിപ്രായം ഫ്ലോയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അമ്മൂമ്മനെ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട. അല്ല മോനെ, മോൻ പറഞ്ഞതുപോലെ അത് പൊളിക്കുന്നതാ എന്തുകൊണ്ടും നല്ലത്. അളിയാ, ഈ വാസ്തുശാസ്ത്ര പ്രകാരം വീടിനും ആയുസ് ഉണ്ടെന്നാണ്. മനുഷ്യനെ പോലെ തന്നെ വീടിനും ശൈശവം, ബാല്യം,
കൗമാരം, യൗവനം, വാർദ്ധക്യം, അങ്ങനെ പല പല സ്റ്റേജുകളും ഉണ്ട്. ഇപ്പം നമ്മുടെ പടവലം വീട് ഏറെക്കുറെ ആയുസ് തീർന്ന ഒരു വാർദ്ധക്യ സ്റ്റേജിലാണ്. ഈ ആയുസ് തീർന്ന വീട്ടിൽ താമസിക്കാൻ പാടില്ലെന്ന് ഭയങ്കര പ്രശ്നമാണ്. ആ ഇവൻ പറഞ്ഞാലും കുറച്ച് കാര്യമുണ്ട് കേട്ടോ. ചിലപ്പോ നമ്മുടെ വീടിന്റെ ആയുസ് തീരാറായി കാണും എന്നും പറഞ്ഞ് അങ്ങനെ പൊളിക്കാൻ പറ്റുമോ? അടുക്കള വെച്ചിട്ട് ഇങ്ങനെന്നല്ലല്ലോ പറഞ്ഞത്. തീരുമാനിച്ചു അങ്ങ് പൊളിച്ചോണം ആയിരുന്നല്ലോ. അത് അപ്പോഴത്തെ ഒരു ഫ്ലോയിൽ പറഞ്ഞത്, ഇതിപ്പോഴത്തെ ഒരു ഫ്ലോയിൽ പറഞ്ഞത്. ആരും താമസിക്കാനില്ലാതെ വീട് ശരിയാക്കി പൈസ കളഞ്ഞോണ്ടിരിക്കണം. അമ്മുമ്മേ, വീട് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ പറമ്പ് മാത്രല്ലേ കാണത്തുള്ളൂ. അത് പറ്റൂല. പടവലത്ത് പോകുമ്പോഴത്തേക്ക് അവിടെ താമസിക്കാൻ ഒരു വീട് വേണ്ടേ? അത് വേണം. ഇപ്പൊ പടവലം വീട് പൊളിക്കുകയാണെങ്കിൽ അവിടെ പോകുമ്പോ തങ്ങ ഒരു പുതിയ വീട് വെക്കണം. എന്നിട്ട് പുതിയ വീട് കൊടുത്തിട്ട് നമ്മൾ പോകുന്നവരത് പൂട്ടിയിടണം അവിടെ. വീട് കെട്ടരുതായിരുന്നാ പെരുസാ കെട്ടണം. പെരുസാ കെട്ടണം. എന്റെ ആന്റി, എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു വീട് പണിയെങ്കിലേ മിനിമം 50 ലക്ഷം രൂപയെങ്കിലും വേണം. വേണ്ട സിദ്ധു? എല്ലാ സൗകര്യമുള്ള വീട് പണിയണമെങ്കിൽ പറഞ്ഞത് കറക്റ്റാ. അങ്ങനെയാണെങ്കിൽ 50 ലക്ഷം രൂപയൊക്കെ വേണമെങ്കിൽ എന്തായാലും ലോൺ എടുക്കേണ്ടി വരും. ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ മാസം തോറും അടവ് വരൂലേ? അല്ല, നമുക്ക് പൂട്ടിയിടണ്ട. ഒരു കാര്യം ചെയ്യാം, വാടകയ്ക്ക് കൊടുക്കാം. അവിടെ അവൻ എങ്ങനെ പോയാലും ഒരു 10-15 രൂപയെങ്കിലും കിട്ടില്ലേ മാസം? ഇല്ലേ മുമ്മ? കിട്ടുമായിരിക്കും. 50 ലക്ഷം രൂപ നമ്മൾ കോട്ടിട്ടാലും പണിതൊക്കെ വരുമ്പോഴത്തേക്ക് അതൊരു 60-65 ലക്ഷം രൂപയാകും. അയ്യോ, സംഭവം നമ്മൾ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് പടവലം വീട് പൊളിക്കുകയാണെങ്കിൽ അവിടെ കയറ്റി വിട്ടേക്കണ തടി ഏതൊക്കെയെന്ന് അറിയോ? തേക്ക്, ഈട്ടി എന്ന് വേണ്ട പല പല ടൈപ്പ് തടിയുണ്ട്. എല്ലാം വില കൂടിയ സാധനമാണ്. പിന്നെ അങ്ങനെയാണെങ്കിൽ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 20-25 ലക്ഷം രൂപ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. ഉറപ്പല്ലേ? ചന്ദനം ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. ചന്ദനം ഉണ്ടോ? പറയാൻ പറ്റില്ല, ചിലപ്പോ കാണും. ആഹാ, അങ്ങനെയാണെങ്കിലേ ഞാൻ എന്റെ ഒരു ഐഡിയ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തോട്ടെ. വർക്കാവുമെങ്കിൽ എടുത്തു. അളിയന്റെ ഐഡിയ ആണല്ലോ ഇവിടെ എത്തിച്ചു. ഇനി ബാക്കി പറ. നമുക്കേ ആ സ്ഥലത്ത് നല്ലൊരു കിടിലൻ മോഡേൺ വീട് പണിയാം. എന്നിട്ട് നമുക്ക് ഷൂട്ടിംഗുകാർക്ക് വാടകയ്ക്ക് കൊടുക്കാം. പെർ ഡേ ബേസിസ് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഇങ്ങോട്ട് കിട്ടും. നമുക്ക് ആ കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് EMI അടയ്ക്കാം. എന്റെ ഒരു ഫ്രണ്ട് ആർക്കിടെക്റ്റാ, കിടിലൻ ആർക്കിടെക്ട്. ഞാൻ അവനെ വിളിക്കട്ടെ. അളയവൻ പറഞ്ഞ ഐഡിയ കൊള്ളാം അല്ലേ ചേച്ചി? സംഭവം ഈ സിനിമാക്കാർക്ക് കൊടുക്കാനാണെങ്കിൽ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് അവിടെ. അവന്മാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല പ്രകൃതി രമണീയമായത്, പിന്നെ ബാക്കിൽ നല്ല പുഴയൊക്കെ ഒഴുകി പോണം അല്ലേ ചേച്ചി? പക്ഷെ അളിയാ, ഷൂട്ടിങ്ങിന് വേണ്ടിട്ട് വീട് പണിയാന്ന് പറഞ്ഞാലേ തെറ്റിട്ട പോലെ ഇരിക്കും, ഒരു രസം ഉണ്ടാവൂല. വേണ്ട, നമുക്ക് അങ്ങനെ പണിയണ്ട. നമുക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ പണിയാം. അതെ, ഇവിടുന്ന് പടവലം വരെ 1 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ വർക്ക് കിട്ടുന്ന കാര്യത്തിൽ ടെൻഷൻ ഒന്നുമില്ല. ഷൂട്ടിങ്ങിന്റെ വർക്കേ സംഭവം ആക്ച്വലി നൈസ് ഐഡിയ ആണ്. അമ്മൂമ്മ എന്താ പറയുന്നു? മോന്റെ കൂട്ടുകാരനെ ആർക്കിടെക്ട് ഇല്ലേ? ആർക്കിടെക്ട് അമ്മൂമ്മ. അദ്ദേഹത്തെ വിളിച്ചൊന്ന് സംസാരിക്കേ. നല്ല എന്ത് വിളിച്ചാണ്? ശരിപ്പോ വിളിക്കാനും പറ്റൂലേ? ഓ തിരക്ക് തന്നെ. അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോണ. നീ തിരക്കുന്ന? ഞാൻ ഇപ്പൊ വിളിച്ച കാര്യം ഞാൻ പറയട്ടാ. സംഭവം ഒന്നുമില്ല. നമ്മുടെ പടവലം വീടില്ലേ, അത് പൊളിക്കാൻ തീരുമാനിച്ചു. അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞില്ലേ. ഇത് എത്ര നാളെന്ന് പറഞ്ഞാണ് നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണത്. അതുകൊണ്ട് അളയനും പറഞ്ഞ് പൊളിക്കാന്ന്. അതിന്റെ ചർച്ചയിലായിരുന്നു. അത് പറയാൻ വേണ്ടി വിളിച്ചതാ. ശരി. ഞാനേ എന്റെ ഫ്രണ്ടായിട്ട് സംസാരിച്ചായിരുന്നു, ആർക്കിടെക്ട്. അവൻ പറഞ്ഞു നമുക്കൊന്ന് ഒരുമിച്ച് പടവലത്ത് പോയിട്ട് സൈറ്റ് ഒക്കെ ഒന്ന് കണ്ടിട്ട് ഒരാഴ്ചക്കുള്ളിൽ പ്ലാൻ തരാം. അങ്ങനെ ചെയ്യാം. അതുപോലെ പാർക്കിംഗ് ഏരിയ ഇച്ചിരി കൂടുതൽ നമുക്ക് വേണം. അത് വേണം. പിന്നെ ഈ ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടംപോലെ വണ്ടിയൊക്കെ കാണൂല്ലേ. പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടെങ്കിൽ അവരെ കൂടുതൽ അട്രാക്ട് ചെയ്യും. പിന്നെ നീ പറഞ്ഞില്ലായിരുന്നു അവിടെ തേക്ക് ഇതുപോലത്തെ കുറച്ച് സാധനങ്ങളുണ്ടെന്ന്. അത് നമുക്ക് നമ്മൾ ഇനി പണിയാൻ പോകുന്ന വീട്ടിലേക്ക് ഉപയോഗിച്ചിട്ട് മിച്ചം ഉണ്ടെങ്കിൽ മാത്രം പുറത്തു കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. പടവലം വീട് പൊളിച്ച് അവിടെ ഷൂട്ടിംഗ് പർപ്പസിനും കൂടായിട്ടൊരു വീട് പണിയാണെങ്കിൽ 4 ഭാഗവും 4 രീതിയിൽ പണിത അടിപൊളിയായിരിക്കും. അതായത് ഒരു പോർഷൻ കുറച്ച് ട്രഡീഷണൽ തറവാട് സെറ്റപ്പ്, ഒരു പോർഷൻ
കുറച്ച് മോഡേൺ സെറ്റപ്പ്, പിന്നെ ഒരു 4 കെട്ട്, കിച്ചൺ അതുപോലെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഷൂട്ടിങ്ങിന് വരുന്നവർക്ക് പല ലൊക്കേഷൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അത് കൊള്ളാം കേട്ടാ, കിടുക്ക് ഐഡിയ. ആ? ഇത് എവിടുന്ന് കണ്ട് പഠിച്ചു? മൈ ഇങ്ങനെ തന്നെയാണ് എല്ലാ ആൾക്കാരും ചെയ്യുന്നത്. നമുക്ക് അങ്ങനെ തന്നെ ചെയ്താൽ മതി. ആ അല്ലയാ, ഈ എയുടെ കടന്നവരോടുകൂടി സിനിമാ മേഖലയില് ലൊക്കേഷന്റെ പ്രാധാന്യമൊക്കെ കുറയാൻ സാധ്യതയുണ്ട് എന്നൊരു കിംവദന്തി നാം കേട്ടായിരുന്നു. എന്തോ നന്ദി? ഈ റൂമർ. ആ 4-5 വർഷത്തേക്ക് അങ്ങനെ വരാൻ സാധ്യതയൊന്നും കാണുന്നില്ലടാ. അപ്പൊ കുഴപ്പമില്ല, അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം അപ്പൊ പിടിക്കാം. കേശോട്ടാ ഓ ഇത് നോക്ക്. ആ കൊള്ളാടാ. കേശോട്ടാ എന്താ കൊള്ളാം? ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇത് കണ്ട് പരിചയമുണ്ടോ? ആഹാ ഡേ, ഇത് നമ്മുടെ പടവലം വീടല്ലേ? അളിയാ നോക്കി. ഫാറൂസേ പൊളി. മൈ ആ പാറൂട്ടാ കൊള്ളാല. കാണിച്ച് താടാ കൊള്ളാലോ. വാതിലും ചെല്ലെല്ലാം ഉണ്ടല്ലോ. സംഭവം തന്നെ. ഇനി ഓർമ്മകളല്ലേ കടയിലും വീട് കാണാൻ പറ്റും. ഇനിയും കുറെ വരയ്ക്കണം. പുഴക്കടവും പിന്നെ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയും പിന്നെ മുകളിലത്തെ ജനലിൽ കൂടെ നോക്കുമ്പോ വീടിന്റെ മുൻവശം, അങ്ങനെ കുറെ വരയ്ക്കണം. എന്റെ പൊന്നു പാറു, വളരെ കഷ്ടപ്പെട്ടാണ് മനസ്സിനെ ഓരോന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിനെ തളർത്തുന്നൊന്നും പറയല്ലേ. കേശോട്ടാ വീട് പൊളിച്ച് മരമൊക്കെ വെക്കുന്ന കൂട്ടത്തിലേ അപ്പൂപ്പന്റെ പഴയ പെട്ടിയും കൂടെ വെക്കല്ലേ. എന്താടേ പാറു നിനക്ക്? മക്കളെ, നിനക്ക് തോന്നുന്നുണ്ടോ അപ്പൂപ്പന്റെ പെട്ടി നമ്മൾ വിൽക്കൂന്ന്? കാലം മാറുകയല്ലേ, അപ്പൊ പലതിനും വിലയില്ലാതാവും. അങ്ങനെ കാര്യങ്ങൾക്കൊന്നും വില കൊടുക്കാത്ത ആൾക്കാരൊന്നും അല്ല ഞങ്ങള്. ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളു. അപ്പൂപ്പന്റെ അപ്പൂപ്പന്റെ അപ്പൂപ്പൻ പണിഞ്ഞ വീടല്ലേ ഇപ്പൊ പൊളിക്കാൻ പോകുന്നത്. പിന്നെ ആ അപ്പൂപ്പന്റെ പെട്ടി. മക്കളെ അങ്ങനെ അല്ലടാ, അവസ്ഥ ഇതായതുകൊണ്ടല്ലേ. നീ ഒന്ന് മനസ്സിലാക്ക്. ആ ചേച്ചി, പിന്നെ ഇപ്പൊ എന്തായാലും നാളെ ഞാനും അളിയനും പിന്നെ അളിയന്റെ ഫ്രണ്ടില്ല ആർക്കിടെക്ട്, നമ്മളെല്ലാം കൂടെ പടവലത്തോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അതെ, ആ കാര്യം ഞാനും പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. സംഗതി ഇത് എന്റെ സബ്ജക്ട് ആണല്ലോ, ആർക്കിടെക്ചർ. അപ്പൊ എന്റെ തലയിൽ കുറച്ച് അടിപൊളി പ്ലാൻസ് ഉണ്ട്. നമുക്ക് തലേന്റെ ഫ്രണ്ടൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടേ നല്ല സൂപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാം. എന്താ പറയുന്നത്? ഈർക്കലും ഓലയും വെച്ച് പണിയാൻ പോകുന്ന വീടല്ലത് ചേച്ചിക്ക് പ്ലാൻ ചെയ്യാൻ. പോയിട്ട് വിസിരി പോയി ഞാൻ വരും. ഓ ആ. ആ ഉമേശേട്ടോ, എന്താ ഞാൻ കുറേ നേരം വിളിക്കണല്ലോ, എടുക്കണില്ലായിരുന്നു. എവിടെ പോയി കിടക്കായിരുന്നു നിങ്ങള്? പറമ്പിൽ എന്നെ എടുക്കുമായിരുന്നു. ആ ഞാൻ വിശ്വസിച്ചു നിങ്ങള് പറമ്പിൽ പണിയെടുക്കണല്ലേ. അവിടെ പോയി ആടത്തേലും കത്തി അടിച്ചോണ്ട് നിന്നോണം. എന്നിട്ട് വിളിക്കുമ്പോ ഞാൻ പറഞ്ഞോണം. ആ വിളിച്ച വേറൊന്നുമില്ല കുഞ്ഞിട്ട്. പിന്നെ നാളെ നമ്മളൊരു 5 പേര് അങ്ങോട്ട് വരണുണ്ട്. ആ കുറച്ച് പരിപാടിയുണ്ട്. ആ നാളെ ഒരു 5 കരിക്കിട്ട് വെച്ചേക്കണേ. അയ്യോ നിങ്ങൾ തെങ്ങി കയറണ്ട, തെങ്ങി കയറാൻ അറിയാവുന്ന ആരെങ്കിലും കയറ്റിയാൽ മതി. കാശൊക്കെ കൊടുക്കാണ്ട്. അയ്യോ എനിക്ക് വയ്യ എനിക്ക്. ആ അത് നിങ്ങൾ വൈകിട്ട് ഒരു 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഊണ് വേണ്ടിവരും. അപ്പോൾ ഒരു 5 ഊണ് സെറ്റ് ചെയ്തേ. ഓക്കെ ഏട്ടാ, അവിടെ കാണുമോ ഇതൊക്കെ? ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവസാനം അങ്ങ് പോവല്ലേ. ശരി ഓക്കെ അപ്പൊ നാളെ കാണാം. ശരി കേശോട്ടാ മക്കളെ, നിങ്ങളുടെ കൂടെ ഞാനും വരുവേ. ഓടാ. അവസാനമായിട്ട് വീട് കാണാൻ പോവല്ലേ? എന്തൊരു പാറുവേത് അതുകൊണ്ട് ഞാൻ അത് ആലോചിക്കായിരിക്കുമ്പോ എവിടെ ഇടക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ നടന്നു. മക്കളെ, നീ ഒന്ന് ആലോചിച്ച് നോക്കി. ആ വീട് ഇങ്ങനെ വെറുതെ കിടന്ന് ആർക്കും ഉപയോഗമില്ലാണ്ട് നശിച്ചു പോന്നേക്കാട്ട് നല്ലത് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതല്ലേ. ഇങ്ങനെ ലാഭം നോക്കിയിട്ട് അവസാനം പൊളിയും, അത് ഓർത്തോണം. ഈ പാറ എന്തോന്ന് കിടന്ന് പിറുപിറുത്തോണ്ടിരിക്കണത്? ഞാനൊന്നും പറയുന്നില്ലേ, ഞാൻ പോണു. പോണെയാണ് നല്ലത് കേട്ടോ. ഓ ഓ മൈ ചുമ്മാതിരി, അവക്കും കാണും വിഷമം. നമ്മള് മനസ്സിനെ ഓരോന്നിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഇവള് വെറുതെ വന്ന് സെന്റ് ഇറക്കി നമ്മളെ കൂടെ വിഷമിപ്പിക്കും. ആ പോട്ട്. ആ കേശേ, അപ്പൊ നാളെ നമ്മള് പോവല്ലേ? ആ
നാളെ നമ്മളാ? ആ ഏത് നമ്മള്? നീ, ഞാൻ, അളിയൻ. നീ വരുന്ന? ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ആർക്കിടെക്ചർ പ്ലാൻസ് ഒക്കെ അളിയന്റെ ഫ്രണ്ടിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണ്ടേ? വാ 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 വാ. മോനെ, ഓ, നമ്മള് നാളെ എപ്പോഴാ പോന്നേ? നമുക്ക് നാളെ രാവിലെ ഒരു 6. അമ്മൂമ്മയും വരുന്നുണ്ടല്ലേ? പിന്നെ ഞാൻ വരണ്ടേ? അമ്മ വെറുതെ, ഞാനും വെറുതെ. ആഹാ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ ഫാമിലി ട്രിപ്പായിട്ട് പോയിട്ട് വരാം. അതെന്തിനാ എല്ലാരും കൂടെ പോന്നേ? ഞാനും മോനും സിദ്ധും കൂടെ പോയാ പോരെ? അല്ല, ഞാനും പറഞ്ഞോണ്ടിരിക്കുന്നു. ഞാനും വരുന്നുണ്ട്. ഞാൻ വരാതെ എങ്ങനെ ശരിയാവും? അതെന്തിനാ ഗൗരി വരുന്നേ? ഇവിടെ ആരെങ്കിലും വേണ്ടേ? അമ്മ, ദൂരെക്കൂടെ എനിക്കും അവകാശപ്പെട്ട വീട് സ്ഥലമാണത്. ഇപ്പൊ അങ്ങനെയായോ? അതെന്തോന്നമ്മ ഒരു ഉൾവലിയൊക്കെ? കാണുന്നവരൊക്കെ അവകാശം ചോദിച്ചാ പിന്നെ എന്താ പറയാൻ പറ്റും? എന്തോന്ന്? എന്താ പറഞ്ഞമ്മ? ഞാനൊന്നും പറഞ്ഞില്ലേ. അമ്മ പറഞ്ഞ് കറിയേച്ചി അമ്മ പറഞ്ഞില്ലേ? പിന്നെ ചോദിച്ചാ പിന്നെ പറയണ്ടേ? ആ എന്തോന്ന് പറഞ്ഞേന്നാ ഞാൻ ചോദിച്ചു. എന്തോ പറഞ്ഞെന്ന് അവകാശം ചോദിച്ചാ പിന്നെ എങ്ങനെയാന്നാ ചോദിച്ചത്? കുടുംബം പൊളിക്കാനിട്ടിട്ട് അളയാ അവിടെ പോയിരിക്കണ അളയാ. കുടുംബം പൊളിക്കാനാ? അല്ല, നമ്മുടെ ഈ വീട് പൊളിക്കാൻ പ്ലാൻ ചെയ്തിട്ടേ അളയ ഇങ്ങ് വന്നേ. എന്താടാ എല്ലാരും കൂടെ പടയെടുത്തോണ്ട് വരണം. പടവലത്തേക്കാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോവാം. അതെ, എല്ലാവർക്കും കൂടെ ഒരു വണ്ടി വിളിച്ച് സന്തോഷമായിട്ട് പോയിട്ട് വരാം. ദുട്ട അമ്മൂമ്മ കൊടുത്തോളൂ. എന്തോ? എങ്ങനെ? ബസ്സിനാണെങ്കിൽ പോകുന്നതിന്റെ കാശ് ഞാൻ കൊടുക്കാം. വണ്ടി വിളിച്ച് പോയാലൊന്നും എന്റെ കാശില്ല. എന്തു അലച്ചു ഇത്? അമ്മൂമ്മേ, ഇവിടെ ചുമ്മാ വായത്തോന്നൊക്കെ വിളിച്ച് പറഞ്ഞു പൈസ എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൊടുത്തു. എന്റെ പൊന്നെ, ഇവിടുന്ന് പടവല വരെ പോവാൻ ആകപ്പാടെ 300 400 കൂടി പോയ 500 അത്രേ ആവോളൂ. അത് ഞാൻ കൊടുത്തോളാം. ഒരു തമാശ പറയാനും പാടില്ല ഇവിടെ. ഒന്നുമില്ല. അളയാ, പിന്നെ ഓ, ഇവിടെ മേൽക്കൂരി അളക്കുമ്പോളേ കഴക്കോല് ഒടിയാതെ ഇവിടെ ഒന്നും സംസാരിച്ചാൽ ശരിയാവൂല. അളയ വന്ന് അളിയ കഴക്കോലിന്റെ കാര്യമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നീ വായിച്ചു മിണ്ടായിരിക്കുക, ഞാൻ പറയട്ടെ. പഠിച്ച സബ്ജക്റ്റാ. നമ്മളിങ്ങനെ സൂക്ഷിച്ചാണ്. കിച്ചണില് വേല ഇരിക്കമ്മാ. എന്റെ പാഴൂരപ്പാ. ഭവാനിയേ, ലച്ചു, കേശു, ശിവ, സിദ്ധു. എന്താ എന്തമ്മ കാര്യം പറ. അപ്പൂപ്പനെ എന്നെ വിലക്കും പോലെ നീ എന്താ ഭവാനി ഈ ചെയ്യുന്നേന്ന് ചോദിച്ചതുപോലെ എനിക്ക് തോന്നി. എനിക്കെന്തോ സംശയം പോലെ. അമ്മൂമ്മ, ഒരു സംശയമില്ല, അപ്പൂപ്പൻ അവിടെ തന്നെ ഉണ്ട്. മക്കളെ, നമുക്ക് ആ വീട് പൊളിക്കണ്ട.